ഹായ് വെൽക്കം ബാക്ക് ടു ARS Design World. ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സാരി ഗൗണാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സാരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 3 മീറ്റർ ലൈനിങ്ങും 3 മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഇതിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചും വിഡ്ത്ത് ചെസ്റ്റിൻ്റെ 4th പാർട്ടുമാണ്. അതിനുശേഷം മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് കോർണറിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക് ആം ഹോൾ കേവും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കായിട്ട് ഫ്രണ്ട് ആം ഹോൾ കേവും വരച്ചു കൊടുക്കാം. യോക്കിൽ ടക്ക് ഇടുന്നുണ്ട്, അപ്പോൾ 1 ഇഞ്ച് വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം, സീം അലവൻസ് കൂടാതെ. എന്നിട്ട് ഈ പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് എടുത്തു മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ കേവ് കട്ട് ചെയ്യാം. ലൈനിങ് 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ മെയിൻ ഫാബ്രിക് എടുത്ത് വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൽ നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്തും മാർക്ക് ചെയ്യാം. അതിനുശേഷം ബോക്സ് വരച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. തുണി കട്ട് ചെയ്ത് മാറ്റാം. മെയിൻ ഫാബ്രിക്കിലും സെയിം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലൈനിങ് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ചേർത്ത് വെക്കുക. എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ സൈഡിലുള്ള എക്സ്ട്രാ പീസ് തുണിയൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് തുണി മറിച്ചിടാം. നെക്കിൻ്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ബാക്കിയുള്ള എക്സ്ട്രാ ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടിലും ചെയ്തെടുക്കാം. ടക്കിടാൻ വേണ്ടിയിട്ട് തുണി ഇതേപോലെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം മുകളിൽ നിന്ന് ഏകദേശം ഒരു 10 ഇഞ്ചും നടുക്ക് നിന്നും ഒരു 4 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഈ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻറ്റ്സിലും തമ്മിൽ ജോയിൻ ചെയ്യുക. ബസ് പോലെ നിങ്ങളുടെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് മാർക്ക് ചെയ്യണം. യോക്ക് പാർട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് തട്ടി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലൂടെ ചോക്ക് കൊണ്ട് വീണ്ടും വരക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടിലും ചെയ്തെടുക്കണം. തുണി വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഫോൾഡ് ചെയ്തിട്ട് ആ വരച്ചതിൻ്റെ മുകളിലൂടെ നമുക്ക് ചെരിച്ചിട്ട് വരച്ചതിൻ്റെ മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യോക്ക് പാർട്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കാം. ക്യാപ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 5 ഇഞ്ച് നീളമുള്ള സ്ലീവാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 10 ഇഞ്ച് എടുക്കണം. അത് 4.5 ഇഞ്ച് ടോട്ടൽ വരുന്നുള്ളൂ സ്ലീവിൻ്റെ ലെങ്ത്ത്. 1/2 ഇഞ്ച് സീം അലവൻസും. അപ്പോൾ ടോട്ടൽ 5 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തുണി ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചും വിഡ്ത്ത് ഏകദേശം ഒരു 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ ഏകദേശം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഉണ്ടാവുക. സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ ഫോൾഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി സ്ലീവിൻ്റെ നല്ല വശവും യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം യോക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ചെരിച്ചിട്ട് താഴേക്ക് ലൈൻ വരച്ചെടുക്കാം.
എന്നിട്ട് തുണി കട്ട് ചെയ്ത് മാറ്റാം. സ്കേർട്ട് പാർട്ടിന് കൂടുതൽ ഫ്ലെയർ ഇട്ടാൻ വേണ്ടിയിട്ട് ബാക്കി വന്ന പീസ് ഇതേപോലെ ഓപ്പോസിറ്റ് വെക്കുക. എന്നിട്ട് സ്കേർട്ടിൻ്റെ 4 സൈഡിലും, അതായത് ഫ്രണ്ടും ബാക്കിലും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിവശത്ത് ഇതേപോലെ ചെരിച്ചിട്ട് ഒരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം, ഒരു ഷേപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ബോട്ടം ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പാനലായിട്ടുള്ള സ്കേർട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം ഇതുപോലെ. എന്നിട്ട് കിട്ടുന്നതിൻ്റെ ഡബിൾ എടുക്കുക, അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെയും കൂടിയിട്ടുള്ള വേസ്റ്റ് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം എത്ര പാനലാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുക ടോട്ടൽ വേസ്റ്റിനെ. ഇപ്പോൾ 47 വേസ്റ്റ് വിഡ്ത്ത് കിട്ടുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്കിപ്പോൾ 12 പാനലാണ് വേണ്ടെങ്കിൽ 47നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയ ആൻസറിനെ 1 ഇഞ്ച് കൊണ്ട് ആഡ് ചെയ്യുക, അതായത് സീം അലവൻസിന് അപ്പുറം ഇപ്പുറം കൂടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഞാനിത് ആദ്യം പേപ്പറിൽ കാണിക്കാം. എനിക്കിപ്പം പാനലിൻ്റെ വലിയ പാർട്ട് ഞാൻ 13 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ 13 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മിഡിൽ ഭാഗവും മാർക്ക് ചേർക്കുക. ഇതേപോലെ തന്നെ മുകളിലും 13 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്യുക. ഇവിടെയാണ് ചെറിയ ഭാഗം വരുന്നത്. ഞാൻ നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്, അതായത് നമ്മൾ 47 ഇഞ്ചിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 12 പാനലാണ് എടുക്കുന്നത്. അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ കിട്ടിയ ആൻസറിനെ ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഈ നടുക്ക് നിന്ന് അപ്പുറം ഇപ്പുറമായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. തുണിയുടെ ഡിസൈൻ അനുസരിച്ചാണ് അടുത്ത പാർട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം താഴെയാണ് എനിക്ക് വർക്ക് വരുന്നത്. ഇപ്പോൾ പ്ലെയിനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വർക്കൊന്നും അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ടും കട്ട് ചെയ്യാം, അത് തുണി കുറവാണെങ്കിൽ. അപ്പോൾ കണ്ടില്ലേ, തുണിയുടെ താഴ്ഭാഗത്താണ് എനിക്ക് വർക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓപ്പോസിറ്റ് വെച്ചിട്ട് കട്ട് ചെയ്താൽ അപ്പുറം ഇപ്പുറമായി പോവും. അപ്പം നമുക്കിതുപോലെ പാനൽ തുണിയിൽ കട്ട് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ജോയിൻ ചെയ്യണം. പാനലിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. 6 പാനൽ മുമ്പിലും 6 പാനൽ ബാക്കിലായിട്ടാണ് വരിക. അപ്പോൾ ടോട്ടൽ 12. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്താലുണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ലൈനിങ് എടുക്കുക. ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതിൻ്റെ മോശം വശം വെക്കുക. മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശം വെച്ചിട്ട് വേസ്റ്റിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. യോക്ക് പാർട്ട് എടുക്കുക. ആദ്യം ബാക്ക് പാർട്ടിലെ സ്കേർട്ട് പാർട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യാം. ഇതിൻ്റെ മിഡിൽ ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളവിടെ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സ്കേർട്ടിൻ്റെ മിഡിൽ ഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെറ്റിൻ്റെ ഫാബ്രിക് എടുക്കുക. നമ്മൾ സാരിയിൽ പ്ലീസ് ഇട്ടിടുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പ്ലീസ് ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ നെറ്റിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട്. അതിനുശേഷം അത് സ്കേർട്ടിൻ്റെ മിഡിൽ ഭാഗത്ത് പിന്ന് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്കേർട്ടിൻ്റെയും യോക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തുണി മോശം വശത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് സ്ലീവ് ഒട്ടിട്ട് വേസ്റ്റ് വരെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം അത് ഉള്ളിലാക്കിയിട്ട് ലൈനിങ്ങും സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. ഇതിൽ ചെയ്യുമ്പോൾ നെറ്റ് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.